എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നിച്ചുട്ടന് ഞാൻ ക്ലോത്ത് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 2-3 ആഴ്ച മുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ ഏത് ക്ലോത്ത് ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലോത്ത് ഡൈപ്പേഴ്സ് എങ്ങനെയാണ് വാഷ് ചെയ്യുക എന്നുള്ളതൊക്കെ അതൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം അത് കൂടുതൽ ലെങ്തി ആയിട്ട് പോകട്ടെ, അതും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഏത് ഡൈപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നിവിക്കുട്ടന് ക്ലോത്ത് ഡൈപ്പേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3 ആഴ്ച മുന്നേ ആണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് ആവുമ്പോൾ ഇപ്പോൾ 2 months ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏജ് ആവുമ്പോൾ നമുക്ക് അറിയാലോ, പൂപ്പ് ചെയ്യുന്നതും പീ ചെയ്യുന്നതും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ ഒരു 4-5 വട്ടം, 4-5 പോരാ, ഒരു 10 വട്ടമെങ്കിലും നമുക്ക് നമ്മുടെ ഡൈപ്പേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. കാരണം ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഓൺലൈൻ നോക്കുകയാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ക്ലോത്ത് ഡൈപ്പേഴ്സിനെ പറ്റിയിട്ട്. എനിക്ക് അതിന് മുന്നേ ഒന്നും അറിയണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ക്ലോത്ത് ഡൈപ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നോ അങ്ങനെ ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ച് നോക്കി. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേജ് കണ്ടു. അപ്പോൾ അവിടെ കയറി അവരുടെ വെബ്സൈറ്റിൽ കയറി അത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ നമ്മുടെ ക്ലോത്ത് ഡൈപ്പേഴ്സ് ചൂസ് ചെയ്തത്. അതായത് നമ്മൾ ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള ന്യൂ ബോൺസ് തൊട്ട് നമുക്കൊരു 7-8 kg വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ വലുപ്പമുള്ള ക്ലോത്ത് ഡൈപ്പേഴ്സ് ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ബോൺസ് ആയതുകൊണ്ട് അവർക്ക് ഇടുമ്പോൾ അത് നമുക്കൊരു ഹെവി ആയിട്ട് തോന്നും. നമുക്ക് കാണുമ്പോഴാണെങ്കിലും അവർക്ക് ഇടുമ്പോഴാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാറ്റഗറി ചൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ഞാനിങ്ങനെ ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ട് നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് ടോഡ്ലർ തിങ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവർക്ക് ഒരു സ്റ്റോർ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കയറി നോക്കി, ഡീറ്റെയിൽസ് എല്ലാം നോക്കി. അവർക്ക് നമ്മുടെ ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള ഡൈപ്പേഴ്സും ക്ലോത്ത് ഡൈപ്പേഴ്സും അതുപോലെ ടോഡ്ലറിന് വേണ്ടിയിട്ടുള്ള ഡൈപ്പേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ഉടുപ്പുകൾ, മസ്ലിൻ ക്ലോത്ത്സ്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ കയറി ഡൈപ്പേഴ്സിനെ കുറിച്ച് നോക്കി. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡൈപ്പറാണ് ടോഡ്ലർ തിങ്ങിന്റെ ഈ ഒരു ഡൈപ്പർ കേട്ടോ. ഇത് നല്ല ക്യൂട്ട് പ്രിൻസിലാണ് ഈ ഒരു ഡൈപ്പർ വരുന്നത്. ഇതിന്റെ ഒരു 3 പീസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ അതായത് ബട്ടൺസ് അല്ല, ക്ലിപ്പ് ചെയ്യേണ്ടതല്ല, ഇങ്ങനെ ഒട്ടിക്കാനുള്ളതായിട്ടാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ, ഈ ഒരു ക്ലോത്ത് ഡൈപ്പർ. അപ്പൊ ഈ ഒരു ക്ലോത്ത് ഡൈപ്പറിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഇൻസേർട്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഈ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഇനി നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും ലെയേഴ്സ് വരുന്നുണ്ട്. ഇത് കോട്ടന്റെ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബേബീസിന് റാഷസോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല, ഇത് കോട്ടന്റെ ആയതുകൊണ്ട്. അപ്പൊ ഇതിങ്ങനെ മടക്കി ആണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ബട്ടൺസും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഡയപ്പറിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ബട്ടൺസും ഇവിടെ വരുന്നുണ്ട്. 2 സൈഡിലും ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിൽ ക്ലിപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആയിട്ടൊരു ക്ലിപ്പ് ബട്ടൺസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ക്ലിപ്പ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ്
നമ്മൾ ഈ ഒരു ഡയപ്പർ യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല അബ്സോർബൻസി ഉള്ള ഒരു ഡയപ്പറാണ്. ഞാൻ നിച്ചുട്ടനിയുടെ ഒരു 5 hours യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു ഡയപ്പർ. ഇതിന്റെ അബ്സോർബൻസി അവർ പറയുന്നത് 4 to 5 hours ആണ് പറയുന്നത്. നമുക്ക് മാക്സിമം ഒരു 6 hours ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ലീക്ക് തുടങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ മാക്സിമം ഞാനൊരു 5 hours ആണ് ഈ ഒരു ഡയപ്പർ യൂസ് ചെയ്യാറ്. അപ്പൊ എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമിലാണെങ്കിലും ഇത് നമുക്ക് കൺവീനിയന്റ് ആണെന്ന് തോന്നുന്നു. അധികം അങ്ങനെ പീ ഒന്നും ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പൂപ്പും പീ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട്, 2 ബട്ടൺസ് ആണ് വരുന്നത്. ഈ രണ്ട് സൈഡിൽ 2 ബട്ടൺസ് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്കിത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ നിച്ചുട്ടന് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അതായത് ഈ ഒരു രീതിയിൽ നമുക്കിത് ക്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് നിൽക്കുക. ഇപ്പൊ നിച്ചുട്ടന് ഈ ഒരു വലുപ്പം മതി. അപ്പൊ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തന്നെ നിൽക്കും. ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ വലിച്ച് നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും ഇതുപോലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡയപ്പർ നിൽക്കുന്നത്. ഡയപ്പർ വരാം ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക നമ്മുടെ ഡയപ്പർ. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ്സ് ആണ് കേട്ടോ അവരുടെ കയ്യിലുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ. അപ്പൊ ഞാൻ ഇതുപോലത്തെ 3 എണ്ണമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ഈ ഒരു പാറ്റേണിൽ വരുന്നത്, പിന്നെ ഈ ഒരു കളറ്, പിന്നെ വേറൊരു പാറ്റേണിൽ വരുന്നതും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണമാണ് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അബ്സോർബൻസി ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മണിക്കൂറൊക്കെ നമുക്കിത് ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് രാത്രി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഡിസ്പോസിബിൾ ഡയപ്പർ ആണെങ്കിലും നമ്മളൊരു രാത്രി ഇപ്പൊ പൂപ്പി അല്ലെങ്കിൽ പൂപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതന്നെ നൈറ്റും യൂസ് ചെയ്യാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു വെബ്സൈറ്റ് ആണ് വേറൊന്ന്, ജസ്റ്റ് ബം എന്ന് പറയുന്നൊരു ബ്രാൻഡിന്റെ. അപ്പൊ അവര് നല്ല ഇതുപോലത്തെ ഒരു പാക്കിങ്ങിലൊക്കെ ആയിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒരു 2-3 ദിവസം മുന്നേ വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ ഇട്ട് വെച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ ഞാൻ 3 എണ്ണമാണ് വാങ്ങിച്ചത്. ഇങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്ലോത്ത് ഡയപ്പർ ആണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പൂപ്പും പീയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ക്ലോത്ത് ഡയപ്പേഴ്സ് തികയാതെ വരും. കാരണം ഇപ്പൊ ഉണങ്ങാത്ത സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡേ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ടൈം 3 എണ്ണം വാങ്ങിച്ചത്. അങ്ങനെ ഇപ്പൊ ടോട്ടൽ 6 എണ്ണമാണ് ഞാൻ ക്ലോത്ത് ഡയപ്പർ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മതി, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് മതി. കാരണം നമുക്കിപ്പോ അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടും. ഇങ്ങനെ 6 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇത് നമുക്ക് വർത്താണ് കേട്ടോ. പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു സംഭവമാണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിൽ പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം വർത്താണ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി കേട്ടോ. കാരണം നിവിക്കുട്ടനെ എങ്ങനെയായിരുന്നു വെച്ചാൽ നിവിക്കുട്ടനെ തുണിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുണി യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മെസ്സി ആവുമല്ലോ. പൂപ്പ് ചെയ്താലും പീ ചെയ്താലും. അപ്പോൾ ഒരു വട്ടം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ഇതാണെങ്കിൽ നമുക്കൊരു 5 hours ഒരു കുഴപ്പമില്ലാതെ, കുട്ടികൾക്ക് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, റാഷസോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ക്ലോത്തിന്റെ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ന്യൂ മംസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല നമ്മുടെ ക്ലോത്ത് ഡയപ്പേഴ്സിനെ പറ്റിയിട്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ജസ്റ്റ് ബംസിന്റെ കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടി അതിനേക്കാൾ കുറച്ചും കൂടി അബ്സോർബൻസി കൂടുതലുള്ള ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ. അപ്പൊ ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേണിലാണ് വരുന്നത്. ഇങ്ങനത്തെ 2 പാറ്റേൺ. ഇത് ഞാനിപ്പോ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഉപയോഗിക്കാത്തതാണ്. ഇതിന്റെ ഒന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഞാനിപ്പോ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി വലുതാവുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇങ്ങനെ 3 ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലുപ്പം വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒട്ടിക്കുന്ന ഈ സംഭവം ഡിഫറെന്റ് ആണ്, കുറച്ചും കൂടി വ്യത്യാസമുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. അതുപോലെ ഇവരുടെ പ്രിന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോഡ്ലറിന്റെ ആണെങ്കിലും അവരുടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതില്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ ഈ സൈഡിലും ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഡയപ്പർ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ഇൻസേർട്ട് ഇതുപോലത്തെയാണ് കേട്ടോ. നല്ല ഇതിന്റെ ഇൻസേർട്ട് വരുന്നത് കുറച്ചും കൂടി വീതിയിലാണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ, ഈ ഒരു ടോഡ്ലർ തിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടി വീതിയിലാണ് ഇതിന്റെ ഇൻസേർട്ട് വരുന്നത്. ഇത്രയും വീതിയുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല കട്ടിയാണ്, അതുകൊണ്ട് നല്ല അബ്സോർബൻസിയാണ് ഈ ഒരു ക്ലോത്തിന് കേട്ടോ. ഈ ഒരു ഡയപ്പറിന്, അതായത് ജസ്റ്റ് ബമ്മിന്റെ ഡയപ്പറിന് നല്ല അബ്സോർബൻസിയാണ്. ഞാൻ നിച്ചുട്ടന് ഒരു 6 hours വരെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലീക്കേജ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ പൂപ്പി ചെയ്യുന്ന സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പി ഒക്കെ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 hours വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെയാണ് ഇതിൽ ക്ലിപ്പ് ചെയ്യേണ്ടത്. ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. ആ 2 ബട്ടൺസ് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് സൈസ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇങ്ങനെ ആക്കി ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഇതുപോലെ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ബ്രാൻഡിന്റെ ഡൈപ്പേഴ്സ് ആണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ന്യൂ ബോൺസിന് പറ്റുന്ന ഡൈപ്പേഴ്സ് ആണ്. നമുക്കൊരു 1 month തൊട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈപ്പറാണ്. ഞാൻ 1 month ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ട്, അതായത് ക്ലോത്ത് ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ട് നോക്കുമായിരുന്നു. എനിക്ക് ഒന്നും അറിയാത്തത് കൊണ്ട്. അപ്പോൾ കുറേ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ 2 പ്രൊഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് എന്താ സ്പോൺസർ വീഡിയോ ഒന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല യൂസ്ഫുൾ ആണ് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ന്യൂ മോംസ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഏകദേശം ഒരു 500 എബോ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കുറേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വർത്താണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്ക് കുറേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇത് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒറ്റയ്ക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് പോകും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന, നിച്ചൂട്ടന് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പേഴ്സ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഗുണം എന്താണെന്നുള്ളത് അറിയുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. Till then, take care. Bye bye. See you.